ഇതെന്തൊരു ഇറച്ചി കഷ്ണം ഇത്? ആരടാ ചെയ്യിപ്പിച്ച ഇത്? ശരിക്കും ആടെന്നൊക്കെ പറയുന്നതല്ലേ ഇത്? ഇവർ രണ്ടെണ്ണം അടിച്ചിട്ടിരുന്ന് ഓടിക്കുന്നതാണ്. അടുത്തൊന്നും ഇത് ക്ലിപ്പ് ചെയ്യുന്ന കൊടുക്കണ്ട. ഒരു 2 മാസം ഇത് എൻ്റെ കയ്യില, മാക്സിമം 2 മാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരും. എന്താ ഇനി നമുക്ക് ഡിസ്കൗണ്ട് നോക്കാം. ബാക്കി കൊള്ളാം. ഇത് ഇൻ ഗെയിമിൻ്റെ അകത്തെടുത്ത ഫോട്ടോ ആണോടാ ഇത്? അളിയാ ഇതെന്തൊരു ഇറച്ചി കഷ്ണം ഇത്? ഇതെന്താ സംഭവം? ഇത് കൊക്കയാണ്. ഇതെന്താ സാധനം? തീ ഗോളം അല്ലല്ലോ ഇത്. ഹാപ്പി വിഷു. കൊള്ളാടാ കൊള്ളാം. ഇത് കിണ്ണ സാധനം കേട്ടാ. ചവിട്ടിയൊക്കെ നിക്കണ്. ഏഴടുത്ത് പറഞ്ഞില്ലേ ഇതിന്റെ മണ്ടയ്ക്ക് ചവിട്ടി നിക്കല്ലെന്ന്. ഓ ബ്രദർ എടാ ഇത് കൊള്ളാടാ, നല്ല രസമുണ്ട. ഏഴടുത്ത് പറയണ്ടേ ഈ BXB ആവശ്യമില്ലെന്ന്. എന്താ ഇത്? കൊള്ളാ. ഓക്കെ നൈസ്. അപ്പോ when Vegli Vasu takes a truck job. സിമുലേറ്റർ ഞാൻ എടുക്കാം. ലൈറ്റ് ഇട്. ലൈറ്റ് ഇട്ട്. വണ്ടിയുടെ 1 കിലോ പെയിന്റ് പോയി. ഉള്ള വണ്ടിയെയും നാട്ടുകാരെ മൊത്തം ഇടിച്ചിട്ടാണ് അവന്റെ പണി. ഇത് അവൻ കീബോർഡിൽ ഓടിച്ച നല്ല ഇതിനൊക്കെ വന്നിട്ട് ഓടിച്ചാണ്. നിങ്ങൾ രാത്രി 9:30 ലൈവില് ഇത് നേരെ പൊക്കോണ്ടിരുന്ന വണ്ടിയാണ്. നമ്മളെ കലൂരുണ്ടാക്കി അത്ര ഒരു ബ്ലോക്ക് ആയില്ല ഏകദേശം. ഇതെങ്ങനെ റാ ഷേപ്പിലായാലും നമ്മൾ പിടിച്ചുകൊണ്ട് കിട്ടുന്നില്ല. ഇനി തിരിച്ചോടിക്കട്ടെ ഒരു മിനിറ്റ്. ഗിയർ മാറി. ഇനി ഗിയർ ഇല്ല. വാടാ അവന്റെ എണ്ണത്തിന്റെ കെമിക്കൽ. പറഞ്ഞല്ലേ വണ്ടി ഓടിച്ചിരിക്കുമ്പോ കമന്റ് ഇടുന്നത്. എടാ ഒന്ന് നിക്കടാ. വെള്ളം അടിച്ചാണ് ഓടിക്കുന്നത്. ഓടാറുണ്ട്. ഇത് ഇവർ 2 അടിച്ചിട്ടിരുന്ന് ഓടിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തെണ്ടി റിയൽ ലൈഫിൽ ഇതുപോലെ വണ്ടി ഓടിക്കുന്നത്. എടാ സത്യമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുന്നമ്മോട് പോയി അന്വേഷിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ പുന്നമ്മോട്. ഇവൻ ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. നാട്ടുകാരെ ഇടിച്ചിടും. ഉള്ള വണ്ടിയിലെല്ലാം പോലുള്ള മതിലും അവിടുത്തെ എല്ലാ സാധനവും ഇടിച്ച് മറിക്കും. ഇവൻ തന്നെ കെട്ടിക്കൊടുക്കുകയും ചെയ്യും. അതാണ് അവൻ്റെ ക്വാളിറ്റി. കാരണം ഇവ ഇടിച്ച് മറിക്കുന്നില്ല, ഇവൻ തന്നെ ശരിയായി കൊടുക്കും. കൂടുതൽ ജംഗ്ഷനിൽ പോയിട്ട് ഒരാട് ചോദിച്ചു നോക്കുക, അപ്പുറത്തെ ദിനേശൻ്റെ എങ്ങനെ വണ്ടി ഓടിക്കുന്നത്? ഇത് ഇങ്ങനെ പിരുത്ത് തന്നെ പോകുന്നത് അവിടെ. ഈ കണ്ടം കഴിവറ മക്കളൊക്കെ എന്തിനു എന്റെ വണ്ടിക്കകത്തോട്ട് വന്നിരിക്കുന്നേ? എവിടെയാണെന്ന മരപ്പൂവേ അവനൊക്കെ നിഞ്ചയുടെ എഞ്ചിനും വെച്ച് ലോറിയായിട്ട് പോകണം. ഓൾ പോന്നു. ഈ ലോഡ് എത്തിച്ചിട്ട് മുതലാളിയുടെ കാല് തൊട്ട് വരണം. ഉറക്കം വരുന്നു ഇവര്. ഹലോ വഴിയെത്തി പോയേ. അയ്യോ അതുവഴിയായിരുന്നേ. ഹലോ എന്തായാലും പറഞ്ഞോളൂ. പച്ചാവ് ഇത് വെള്ളമല്ല. ഓണങ്ങളും തള്ളക്കി വിളിച്ചിട്ട് ഇറങ്ങാം. വീലി അടിച്ചതവൻ. എടാ എഞ്ചിൻ ലോറിന് വെളിയിൽ കിടക്കാൻ കണ്ടില്ലടാ. സൈഡിൽ പോ. ഒരുത്തൻ ഒരു ട്രക്കിന്റെ പുറത്ത് 10 കളർ വെച്ചോണ്ട് പോണ്. എന്റെ ലോൺ എവിടെ കൊണ്ടുപോരുവാ? ചാറ്റിക്കാരനിങ്ങനെ പ്രസവയല്ലേ? നിന്റെ വണ്ടി എനിക്ക് വേണ്ട, കൊണ്ടുതരാം നിന്റെ ലോഡ്. അനുപുറം താങ്ക് യു സോ മച്ച്. ലോറിയുടെ ഓണാണ് വരുവാടാ ഫുണ്ടേ. നിന്റെ ഓണാക്കില്ല ലോറി കൊണ്ട്. ഇടിച്ചാ പൊളിയുന്ന സാധനം വെച്ചിടാ. കഴിവറാണ്. തടിപ്പുണ്ടേ ടാ. അവസാനം എത്തിയടാ. ഇനി കണ്ടത്തോട്ട് പോവാതാ. അതിനകത്തോട്ട് ഒന്ന് കേറെന്റെ വണ്ടി. മുടിഞ്ഞു പോത്തോടാ ഓണറെ. എനിക്ക് വേറെ പണിയുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിൽ സെയിലിടാ. ആരെന്ന് വെച്ചാൽ ഒന്ന് മേടിച്ചോ. ഇതല്ലേ പറഞ്ഞ കീബോർഡിൽ ഓടിക്കാൻ. എന്തിനാ സാധനം കേട്ടോ എനിക്ക് അയച്ചാ? അത് എൻ്റെ അഡ്രസ്സ് തരാം. ഇത്
ഞാൻ വേണ്ട ഇത് അവൻ്റെ അടുത്തൊന്നും ഇത് ക്ലിപ്പ് ചെയ്യുന്ന കൊടുക്കണ്ട. ഒരു 2 മാസം ഇത് എൻ്റെ കയ്യിലാണ്, മാക്സിമം 2 മാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരും. ഞാൻ നമുക്ക് ഓടിക്കാം കേട്ടാ, നമുക്ക് എല്ലാം റെഡിയാക്കാം. അത്രയ്ക്ക് ഇതൊക്കെ പോകത്തുള്ളൂ. ഇതൊക്കെ മാക്സിമം 2, അതായത് ഇത്രയും പ്രഷറൊന്നും താങ്ങിക്കാൻ പറ്റില്ല. എടുത്ത് എവിടെയെങ്കിലും മൂലയ്ക്ക് എടുത്ത് എറിയും. അങ്ങനെ എടുത്തോണ്ട് വരാം. പേടിക്കല്ലേ നിങ്ങളിങ്ങനെ ചില്ല. ഹേമന്ത് ബ്രോ, എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ ഒരു റെയിനെ വരച്ചേരണം. ഒരു കീടിലെ റെയിനെ വരച്ചേരണം. ഒരു കീടിലെ റെയിന് ബ്രോയുടെ ഒരു റെയിനെ ഒരു അത്യാവശ്യം സൈസ് ഉണ്ടാവണം. ഫ്രെയിം ചെയ്ത് എനിക്ക് വെക്കണം. ഹേമന്ത് ബ്രോ എനിക്ക് ഒരെണ്ണം ചെയ്ത് തരണം. ഹേമന്ത് ബ്രോ, എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ. ഹേമന്ത് ബ്രോ, എനിക്കെന്റെ ഗെയിമിംഗ് അല്ലാത്ത ഈ ചെറിയ റൂമിൽ വെക്കാൻ, ഇവിടെ വെക്കാൻ എനിക്ക് ഒരു ആന വിട്ട റേസിനെ ചെയ്ത് തരുമോ? ഹേമന്ത് ബ്രോ, ഇവിടെ വെക്കാൻ എനിക്ക് ഇവിടെ ഈ ലൈറ്റിന്റെ താഴെ അല്ല സൈഡിലായാലും നമുക്കത് ആ കോഴ്സ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ വെക്കാനായിട്ട് ഒരു റേസിനെ ചെയ്ത് തരുമോ? പ്ലീസ് ഞാൻ ചെയ്യണേ. ലവ് യു. എനിക്ക് ഇഷ്ടപ്പെട്ട്. പെയ്ഡ് വർക്കാണ്. അടുത്ത വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. സൗണ്ട് ശ്രദ്ധിക്കണേ എന്നാ. ഞാനാണാ ഞാൻ ഒന്നും വെളിയെ കാണാത്ത രീതിയിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നിങ്ങളുടെ ബസ്സിലെന്ന് പറയണത്. ഇത് ഈ കണ്ടന്റ് കണ്ടില്ലല്ലോ പറയും പോലെ. ഞാനാണാ ഒന്നും വെളിയെ കാണാത്ത രീതിയിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നിങ്ങളുടെ ബസ്സിലെന്ന് പറയണത്. ഇഷ്ടപ്പെട്ട ആ ട്രാൻസിഷൻ. ബ്രോ അത് കൊള്ളാം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നൈസ് വീഡിയോ. ടു ഗുഡ്. എന്തോടാ അത്? ഇതൊക്കെ ആരാ? നൈസ്. ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഇതുക്ക് മുന്നേ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയാട്ടാ. ഇതുക്ക് മുന്നേ ജയിച്ചാലും തോറ്റാലും ചത്താ പച്ച ടിവിയെ മതിയല്ല. ഓക്കെ അല്ലേ? സെറ്റല്ലേ? കിട്ടാനുള്ള കിട്ടിയില്ലേ?
വേണോന്ന് ഇതൊക്കെ ഒറ്റയ്ക്ക് ബ്രോ അറ്റ്ലീസ്റ്റ് ഈ ചിരിയും കരച്ചിലും ഒക്കെ ആണെങ്കിലേ ഞാൻ ലൈവിൽ വന്നിരുന്നാ കാണിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഒളിച്ചിരുന്ന് ചെയ്യേ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ ലൈവിലെ ക്യാം ഇട്ട് തന്നെ ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചിരിക്കണമെങ്കിൽ ചിരിക്കും, കരയണമെങ്കിൽ കരയും. റിപ്ലൈ ഇതൊക്കെയാണ് റിപ്ലൈ. ചാറ്റിൽ കോണായിരുന്നു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ മാർച്ച് അതിന് റിപ്ലൈ കൊടുത്തതാണ്. അതെ 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 അവർക്ക് അറിയത്തില്ല, കുറെ പേർക്ക് അറിയത്തില്ല. ലൈക്ക് ടി വിന്റെ ബാക്ക് ഹിസ്റ്ററി ഇപ്പോഴത്തെ കുറെ പേർക്ക് അറിയത്തില്ല. അത് ടി വിന്റെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്ത് താളുകൾ മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. എല്ലാം നഷ്ടമായ നായന്റെ കഥ. ഈ സേതുവിന്റെ ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം? അങ്ങോട്ട് നടത്തിക്കൂടെ? സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം അതിനു മുമ്പ് എന്തിനാണോ അവറ്റങ്ങളുടെ ശാപം മേടിക്കുന്നത്? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേരും കൂടി ജീവിക്കാൻ അത് ധാരാളം. ദേവിയുടെ കല്യാണമാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയില്ല. ഉണ്ടാവില്ല, നീ വാക്ക് കൊടുത്തു. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറാണ്. എന്നെ നീ ഓർമ്മ. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞു പിടിക്കും. അവളെ ആശ്വസിപ്പിക്കും. നല്ലതേ വരും എല്ലാവർക്കും. ദേവിയെ കൊന്നതാണോ പറയുന്നത്? അവളുടെ കെട്ടിയവന് വീട്ടുകാരും കൂടി. അത് എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല, ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. ബീജം കുറച്ചുകൂടി നൈസാക്കായിരുന്നു, പക്ഷെ കൊള്ളാം. എല്ലാം നഷ്ടമായ നായകന്റെ കഥ അല്ലേ? കിരീടം. എല്ലാം നഷ്ടപ്പെട്ട നായകന്റെ കഥ. നല്ല ടൈറ്റിൽ. സുന്ദരനും സുമോനും തക്കുട് വീട്ടിലെ കൊച്ചുകുഞ്ഞായ സ്നാപ്പുട്ടന് സ്നാപ്പൂട്ടരാ നേരുന്നു ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ജീവിതത്തിൽ ഉണ്ടാവുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിന്റെ വിജയമെന്ന അതിസുന്ദരമായ സ്വർഗം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ. ഹായ്, നമസ്കാരം. അപ്പൊ ആരടാ ചെയ്യിപ്പിച്ച ഇത്? മന്ദാര ടീമാണ് ഇതിന്റെ മുന്നണി നിന്നതല്ല ചെയ്യിപ്പിച്ചേ. JP ആണ്. അപ്പോ പെൺകുട്ടികളുടെ രോമാഞ്ചവും തക്കുടും വീട്ടിലെ റൊമാന്റിക് ഹീറോയും ആയ സ്നൈപ്പ് 1000 ജന്മദിനാശംസകൾ നേരുന്നു. സ്നൈപ്പിന്റെ ജന്മദിനമല്ലേ, സ്നൈപ്പ് അടിപൊളിയല്ലേ, ഗംഭീരമല്ലേ, പിറന്നാളല്ലേ, പിറന്നാളിന് ആശംസകൾ നേരുകയല്ലേ. പെൺകുട്ടികളുടെ രോമാഞ്ചമായ തക്കുട് വീട്ടിലെ റൊമാന്റിക് ഹീറോ സ്നൈപ്പിന്റെ ബർത്ത്ഡേ അല്ലേ, ഗംഭീരമല്ലേ, എല്ലാവിധ ആശംസയും നേരുകയല്ലേ. താങ്ക് യു. ഈ പൈസ എനിക്ക് തന്നിട്ട് ഞാൻ പാടി കൊടുത്തതിനെക്കാട്ടിൽ നന്നായിട്ട് പാട്ട്. ലേ ശ്രുതി, ഈ വീഡിയോ എടുത്തവനുമായി ഇനി ബന്ധം വേണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ ഇനി ശ്രുതിയായിട്ട് ബന്ധമില്ല? നിർത്തിയോ? ഇനി ബന്ധമില്ല? ഉറപ്പാണോ? സത്യം? എന്റെ മാതാജി വിളിക്കുന്നു. മമ്മി
ഹലോ അമ്മ എന്നെ നൊന്ത് പ്രസവിച്ചാണോ? ആണാ? പറ കേക്കട്ടെ. എൻ്റെ അടുത്ത് എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച. പറ, നൊന്ത് പ്രസവിച്ചാണോ? ആ ആ, അതാണ് അതാണ് അതിന്റെ സ്നേഹമാണ് ഞാൻ ഇപ്പൊ തരണത്. മനസ്സിലായ? എന്താണ് അമ്മ കഴിച്ചാ? ഉം. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ലൈവ് ചെയ്യണം അമ്മ. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നാളെ വിളിക്കട്ടെ. ഓ, ലൈവിലൊക്കെ ആൾക്കാർ കേക്കട്ടെ. അമ്മ ഒരു 1500 പേര് അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞേ. ഒരു 1500 പേര് അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. കാര്യമായിട്ട് അല്ല, അവരെ കേൾക്കുന്നുണ്ടല്ലോ അമ്മ പറയണേ. ഇല്ല, ഞാൻ പറഞ്ഞ കേക്കാം, അമ്മ പറഞ്ഞ കേട്ടൂടാ. ആ ആ, അത് തന്നെ അത് തന്നെ. ശരിയപ്പ. ഞാൻ വിളിക്കാം, നാളെ വിളിക്കാം. ശരി ശരി ശരി. അമ്മയുടെ ഭാവി ആരാ? ഞാനാ. വെക്കണം വെക്കണം. സത്യം. അടുത്ത കോള്. എൻ നൻപനെ പോൽ യാറുമില്ല இந்த ഭൂമിയില്. എന്താ ലൈവ്? ഒരു ഹായ് പറ. ഹായ് പറഞ്ഞ പൊലേടി പോനെ. ആ, ബൈ. ഏത് എൻ്റെ കൂട്ടുകാരന്മാരാ പുറത്തുള്ള. നിങ്ങൾക്ക് അറിയായിരിക്കും, വൈശാഖ്, അമൽ, അജിത്ത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നൈസ്. ഇനി കമ്പനി ടാറ്റ മലയാളി ഡ്രൈവർ. ഇതിൽ കൂടുതൽ എന്താ ഇന്ത്യൻ ഇനിയല്ല, ഇന്ത്യൻ കമ്പനി ടാറ്റ മലയാളി ഡ്രൈവർ. ഇതിൽ കൂടുതൽ എന്താ? നിങ്ങളെന്താ കളിക്കുക? ആ പാറയുടെ മേളിലേക്ക് കാർ കയറി പോയ നടക്കാനുള്ള ഒരു പാത മാത്രമേ ഉള്ളൂ. അതിലെങ്ങനെ വണ്ടി പോകും? That's not a train. That's a low, unforgiving road trip. One slip, you're rolling back to nothing. That's why no one has ever done this before, and no car has ever dared to. It's impossible. എന്റെ അളിയാ, ഈ എന്തൊരാടല്ലേ ഇത്? എന്തൊരാടല്ലേ ഇത്? എൻ്റെ അമ്മേ, സീനടാ ഇത്. അത് റിയൽ ആയിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത്, അത് ഇങ്ങനെ ആഡൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഇതൊക്കെയാണ് ശരിക്കും ശരിക്കും ആടെന്നൊക്കെ പറയുന്നത് ഇതല്ലേ? പറ കോള് പറഞ്ഞു. കുക്കണ്ണ വിളിക്കുന്നത്. കുക്കണ്ണ ഫോണ് വേ ഉണ്ടാ.
2 ബട്ടൺ സൂചി കാണാൻ കൊള്ളായിരുന്നു. അഴുക്ക വിളിച്ചിട്ട് അപരാധം പറയും. അടച്ചിട്ടിരിക്കട്ടെ ദൈവമേ. കരികാലം. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺമാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ്. ചന്ദ്രബോസ് കൊടുത്ത വഴി ഞാൻ പല ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ. ചന്ദ്രനാണ് അതോ ലോകം. ഏറ്റവും വലിയ മാഫിയ ചന്ദ്രബോസാണ്. അതെ, എന്നാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നത് ചന്ദ്രബോസാണ്. ഞാനൊക്കെ ശിശു. പച്ചക്കള്ളം. സിറ്റി തിയേറ്ററിന് 2 ആഴ്ചയ്ക്ക് പുറത്തായി. ഇങ്ങേരിക്ക് 900 കോടി കയ്യിരുന്നിട്ട് 100 കോടി തേക്കാൻ വേണ്ടിയിട്ട് 400 പേരെടുത്ത് ഇരന്ന ആളാണ് ഞാൻ. വെറും പാവം. ഇങ്ങേരാണ് കാശുകാരൻ. എന്നിട്ട് ഇങ്ങേരിരുന്നിട്ട് മണപ്പാട്ടലിന്റെ അരി എന്ന് പറഞ്ഞുകൊണ്ട് വരും കള്ളൻ. മാഫിയുടെ കയ്യിൽ 5 പൈസ ഇല്ല. ചന്ദ്രനാണ് മാഫിയാണെന്ന്. കാശ് എന്ന കാര്യം അറിയില്ല ഞാൻ. എന്തിനിത്? ആടാടാ ഇത്? പശുവാ ഇത്? ഈ കൊച്ചു വളർന്നില്ലേ? ഓ, ഇത് വളർന്ന്. പൊന്നെ, ഇത് വിഴുങ്ങോ ഇത്? ഇനി നിന്നെ കളിയാക്കുന്നവർ നാളെ ഇന്ന് നിന്നെ കളിയാക്കുന്നവർ നാളെ നിന്നെ കളിയാക്കും. അതെന്ത് പറയും? എടാ, നീ ഹെയർ സ്ട്രെയിറ്റ് നല്ല ലുക്കായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡ്രോപ്പ് ഔട്ട് ആക്ക്. അവിടെ നിൽക്കി അടുത്ത സെമ്മോട്ട് ഇങ്ങോട്ട്. നല്ല മുടിയായിരുന്നു. എല്ലാരും എന്നോട് ചോദിക്കുമായിരുന്നു ബ്രോ ഹെയർ കെയർ സീക്രട്ട് പറഞ്ഞുതരുമോന്നൊക്കെ. അടുത്ത മാസം കട എൻഗേജ്മെന്റ് ആണ്. അത് കിടിലേറുതറാ. ശരിയല്ലേ? കുഴപ്പമില്ല ചാന, ശരിയാവടാ. മുടിയൊക്കെ വളരണ സാധനം സെറ്റാ. പുറത്തേക്ക് വരൂ, നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. ചുമ്മാ കുറച്ച് നടക്കാനേ. നിന്റെ കൂടെ നിനക്ക് എന്താ ഭ്രാന്തോ? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. മോനെ, ഞാൻ ആണെന്ന് കരുതിയാണോ നീ? ഈ സുരേഷ് ഗോപി ഇപ്പൊ സുരേഷ് ഗോപിയുടെ മാച്ച് ചെയ്യാനേ പറ്റില്ല അല്ലേ? ഭയങ്കര ചേഞ്ച് അല്ലേ? ഐ മീൻ ആ ഒരു ക്യാരക്ടർ മേ ബി പാർട്ടി അതൊക്കെ നമ്മൾ കാണണ്ടായിരിക്കും, ചിലപ്പോ തോന്നുന്നായിരിക്കും അല്ലേ? സൈമൺ ഷോക്ഡ്, ഇന്ത്യ റോക്ഡ്, വെയിറ്റ് ഫോർ ദ റിയാക്ഷൻ. That is by far the best dance choreography I have ever seen in the history of AGT. സീനടേ ജാതി വേറെ ലെവല് കേട്ടാ, അടിപൊളി. വേറൊരു നാട്ടിൽ പോയിട്ട് നമ്മുടെ പവർ കാണിക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയല്ലേ? W brothers, nice, so good. Future videographers be like na. 20,000 dead bitches on the island. 20,000 dead bitches on private. Shit make it clap. I got this strap. 21 gas. Feel like I'm sad. 21 bitches and none of them have it. I'm gonna fuck niggas like me a bad bitch. I don't give a fuck about niggas. I don't give a fuck about
എന്താ ഇത്? എന്താ ഇത്? അളിയ ഈ എഡിറ്ററിനെ കിട്ടിയുണ്ടല്ലോ, ഈ ടീമിനെ കിട്ടിയ ഞാൻ സീനാവും. സ്മൂത്ത് അല്ലേ? യാ നൈസ്, രക്ഷയില്ല. മദർ gives love, father gives understanding. ഞാൻ ഇതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ കഴപ്പൊക്കെയാണ് കൂടുതലും. Talk about wearing down your opponent. The here we go. He caught him flush. Some of that punch. Right back at his feet. Spear. My God. Reigns is speared. Strowman off the stage. Closing in. Michael. Switch in music. John Cena with Gunther on his shoulder. നല്ല രസമുണ്ടാ, കൊള്ളാം. ഇങ്ങനെയൊക്കെ എടുത്തറിയണം പിള്ളേരൊക്കെ, വലിച്ചു വാരി എടുത്ത് നേരെ കൊണ്ട് കായലിലെ കടല തോട്ടിലൊക്കെ എടുത്ത് അടിക്കണേ. എന്താ ഫ്ലോപ്സ് പ്ലസ് ഇൻസ്റ്റാ 360. എനിക്ക് അടുത്ത മേടിക്കുന്ന സാധനമാണത്. നോ 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 നോ, ഇത് ബ്രോ, ഇത് ഒറിജിനലാണോ? ഇത് എന്റെ മോൻ എന്ത് ക്വാളിറ്റിയോടാ അത്. എ അല്ലടാ, എ ഒന്നുമല്ല. എല്ലാം നമ്മളിങ്ങനെ എ പറക്കി വെച്ച് കൊടുക്കല്ലേ. എ നൈസ് കളർ കേടിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്, പക്ഷെ അതിന് നൈസ്. ആറ്റിപ്രാക്കൽ ജിമ്മി കൊടുക്കടേ, ഇവിടുത്തെ വലിയ ഉണ്ടേടാ. ആറ്റിപ്രാക്കൽ ജിമ്മി കൊണ്ടും കൊടുത്തും തന്നെ ഇവിടെ നിന്ന് ദുബായി പോയത് ആണെങ്കിലൊക്കെ പോടാ അവരെ. ആറ്റിപ്രാക്കൽ ജിമ്മി. ഇത് കാലാഖില്ല, என்னுடைய கோட்டை. இன்னும் ருப்பியா குத்தியவங்க தட்டிட்டு கண்டுபிடிச்சாங்க. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺ മാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനാടാ. I think he's one of the most genius person today. ഇപ്പോൾ പറയുന്ന പാസ്റ്റ് എന്നുണ്ടെങ്കിലും ഫ്യൂച്ചർ എന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെ നേതാക്കളില്ല, കഴിവുള്ള നേതാക്കളില്ല. ഇസ്ലാമോഫോബിയ, ഇസ്ലാം മോശമാണ്, ഇതെല്ലാം ഉണ്ടാക്കിയ ജൂതന്മാരാണ്, ജൂതന്മാരുടെ കളിയാണ്. ഞാൻ ഏറാണ്ടൊപ്പം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ മുഴുവൻ നടക്കുന്നത് ജൂസിന്റെ കളിയാണ്. ഇപ്പൊ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്ന, ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ജൂതന്മാരാണ്, അമ്മമാരുടെ കളിയാണ്. ഈ ലോകം ഭരിക്കുന്ന, ലോകം കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരാണ്. റോഡ് ചൈൽഡ് ഫാമിലിയിലാണ്, കുറെ ഫാമിലി ഉണ്ട്, 13 ഫാമിലി ഉണ്ട്. അവരാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് അവരുടെ കളിയാണ് നടക്കുന്നത്, അല്ല വേറെ ആരുമല്ല. ജൂതന്മാർ ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. അവരുടെ കയ്യിലാണ് എല്ലാം, ബാങ്കിങ് എല്ലാം അവരുടെ കയ്യിലാണ്. വേൾഡ് പോയി അവരുടെ കൺട്രോളിലാണ്. ഇപ്പോൾ എപ്സ്റ്റൈൻ ഫയൽസ് പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാവുന്നത്. കാരണം ഈ ഇസ്രായേലായാലും അമേരിക്ക രണ്ട് ജൂതന്മാരുടെയാണ്. ഈ ജൂതന്മാർ ഹിറ്റ്ലറിനെ ഇവിടെ നിങ്ങൾ മോശമായിട്ട് പറയും. മുഴുവൻ ചരിത്രം തിരുത്തിയിരിക്കണം. ഹിറ്റ്ലർ മോശക്കാരനല്ല. ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ഞാൻ മരിക്കുമ്പോൾ കുറച്ച് ജൂതന്മാർ ബാക്കി വയ്ക്കേണ്ടി പറയാനില്ലേ. കോവിഡ് തന്നെ വരാൻ കാരണമല്ല. കോവിഡ് തന്നെ ഇവിടുത്തെ ആൾക്കാർ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്.
ഈ ഫാർമസി കമ്പനി എല്ലാം ജൂതന്മാരുടെ കയ്യിലാണ്. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. വയസ്സായ ആൾക്കാർ എത്ര പേര് വെച്ചിട്ട് വാക്സിൻ എടുത്തിട്ട് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ഇതെല്ലാം തട്ടിപ്പാണ്. എനിക്ക് കോവിഡ് വന്നപ്പോൾ മനസ്സിലായി ഫാർമസി കമ്പനിക്കാരുടെ കളിയാണ്. ഇവർ അസുഖം കൊണ്ടുവന്ന് മരുന്ന് ഉണ്ടാക്കി കാശിലാക്കി ചെയ്യും. അല്ലാതെ ചൈനയും മറ്റൊന്നല്ല. ഇതെല്ലാം ഇവരുടെ കളിയാണ്, ബിസിനസ്. ഇവർ ഈ ഫാർമസി കമ്പനിക്കാർ എന്തൊക്കെ നടത്താൻ കാണിച്ചത്. പണ്ട് എത്ര അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് പല മെഡിസിനും ക്യൂറില്ല, കൺട്രോളേ ഇല്ല. ക്യൂർ ആയി കഴിഞ്ഞാൽ മരുന്ന് ആരും വാങ്ങിക്കില്ല. ഈ ഫാർമസി കമ്പനിക്കാരെ എന്തൊക്കെ ഉള്ളത്ര കാണിക്കുന്നത്, അഡിക്ഷൻ ഉണ്ടാക്കുക. എൻ്റെ ആവശ്യമില്ല. ഞാൻ ഉള്ളവരോട് പറയുന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ആരുടെയും പ്രത്യേകിച്ച് സപ്പോർട്ട് വേണ്ട. ഇത് കൊറേ ഇതുണ്ടല്ലോ ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന. നെക്സ്റ്റ് വ്ളോഗ് എന്നാ ഉടനെ സൂൺ. എത്രയൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഇതിങ്ങനെ ഇടയ്ക്ക് കഴുകി മിനിക്ക് വെച്ചാ മതിയാ. ഒന്ന് റോഡിലിറക്കി ഒരു ചുറ്റണ്ടേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി എടാ ഇതുപോലത്തെ 4 വണ്ടി വീടിന്റെ ഫ്രണ്ടിൽ കിടക്കണമെങ്കിൽ മിനിമം നമുക്കൊരു 10-15 കോടി ആസ്തിയെങ്കിലും വേണം. അല്ലെങ്കിൽ നമ്മൾ മുടിയും. ഇതിനൊക്കെ മേച്ച് ഈ 3 ആനയാണ്. ഇതിനെ നമ്മൾ 3 ആനയായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇതിനൊക്കെ നല്ല സർവീസ് കോസ്റ്റ് വരും. 3ന്റെ ഇൻഷുറൻസ്, 4ന്റെ ഇൻഷുറൻസ്, മെയിൻ്റെനൻസ്, ഇതിന്റെ പാർട്സ് ഒന്നും ജമ്മം ചെയ്താൽ കിട്ടൂല. അതിനു വേണ്ടി നല്ല കാശ് അങ്ങ് പോകും. പിന്നെ ഇതിനെ മേയിച്ച് നടക്കാൻ എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് വരും അല്ലേ? പാടാ. എടാ ലവി, ഞാൻ ഇത് കാണില്ല. നിന്റെ സ്റ്റോറി പിന്നെ നോക്കാം. അടങ്ങ് നീ. സീസൺ ഞങ്ങൾ തൂക്കിയതായി ഔദ്യോഗികമായി അറിയിക്കുന്നു. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളും അത് എത്ര അളവിൽ പൊട്ടുന്നു, ബാലസംഘം അറസ്റ്റ് ചെയ്യണം സാർ. എങ്ങനെ പൊട്ടുന്നു, എന്ത് സംഭവിക്കുന്നു എനിക്കൊരു നിശ്ചയമില്ല. കത്തിക്കാൻ പോവാ. മിനി നെന്മറ മിനി നെന്മറ. നൈസ്. നോട്ട് എ ആവറേജ് 10th farewell. How was your 10th farewell? പത്താം ക്ലാസ് ഫെയർവെല്ലോ? ഇത് 10ാം ക്ലാസ് ഫെയർവെൽ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി, ഒരു രക്ഷയില്ല. നൈസ് പരിപാടി. ഇങ്ങനെയൊക്കെയാണ് ഫെയർവെൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പോർച്ചായിട്ട് നമ്മൾ നടത്തുന്ന ഭയങ്കര അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു വൈബായിട്ടുണ്ട്. കൊള്ളാം. എൻ്റെ 10ാം ക്ലാസ് ഫെയർവെൽ എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് എണീക്കുക, ഡ്രസ്സൊക്കെ ചുളുങ്ങിയിരിക്കുന്നതൊക്കെ എടുത്ത് തേക്കുക,
തുന്നലും കീറിയതൊക്കെ ജസ്റ്റ് സെറ്റപ്പ് ആക്കുക. എന്നിട്ട് നേരെ പോകുന്നു. സൗണ്ട് സെറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സൗണ്ട് സെറ്റ് അത് നമ്മൾ റെന്റ് അതൊക്കെ എടുക്കുക. അപ്പോൾ നേരെ പോയി അത് പയ്യന്മാരെ കൊണ്ട് സെറ്റ് ചെയ്ത് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടി ഓട്ടോറിക്ഷയിൽ നമ്മൾ സാധനമൊക്കെ വെച്ച് കുലുങ്ങി വരും. അതൊക്കെ നമ്മുടെ ഒരു പ്രൗഡ് സാധനം. അതായത് നമ്മുടെ ആ ഒരു പവർ കാണിക്കുന്ന സാധനമാണ്. അത് നമ്മൾ സാധനമൊക്കെ ഇറക്കി പാട്ടൊക്കെ ഇട്ട് ഫസ്റ്റ് സോങ്ങിൽ നമ്മളങ്ങ് തീയാവും. മനസ്സിലായില്ല അവിടെ നിന്ന് ആ വൈബാ. പിന്നെ നമ്മൾ ഫുഡ് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് അതാണ് നമ്മുടെ പരിപാടി. അതായിരുന്നു. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ നടത്തിയാണ്. ആണോ? ഇത്രയും ഇതായിട്ട് നടത്താൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഏറെക്കുറെയെങ്കിലും ഇതുപോലെ കിടത്തിയാനെ. കൊള്ളാം. കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് പാറ്റേൺ മാറും. നൈസ് ബ്രോ. ചന്ദ്ര കല്യാണ വ്ളോഗ് വരും ബ്രോ. നാളെ കല്യാണ തലേന്ന് വ്ളോഗ് ഉടനെ വരും. വെയിറ്റ് ഫോർ ദാറ്റ് വ്ളോഗ്. ഹാപ്പി വിഷു. നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടത്. ഈ 3 കൂടെ ഉള്ളൂ. നൈസ്റാ. ഇത് ഒറ്റ ശരി ചെയ്യണല്ലേ. ഇത് നൈസ്. ഇത് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് തോന്നി എലിയുടെ മുഖം കുറച്ചുകൂടി ചെറുതാക്കായിരുന്നല്ലേ. ഈ ശരീരം ഭയങ്കര കുഞ്ഞും എലിയുടെ ഫേസ് കുറച്ച് വലുതും പോലെ തോന്നില്ലേ. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു, ആ രാത്രി പേര്. എന്റെ ആളിയാ, എന്റെ ഒരു സൈഡ് വേദനിക്കുന്നു എനിക്ക്. നൈസ്